അത് ഞാൻ ബഷീർ വള്ളിക്കുന്നിലേക്ക് പോവുകയാണ്. ശ്രീ ബഷീർ വള്ളിക്കുന്ന്, താങ്കൾ CPM അനുഭാവിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തമായി പ്രതികരിക്കുന്ന വ്യക്തിയാണ്. താങ്കളുടെ പ്രതികരണങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തിനൊപ്പമാണ്. പക്ഷേ അൻവർ ഉന്നയിച്ച വിഷയങ്ങളോട് CPM എടുത്ത സമീപനം, അതിൽ താങ്കൾ അൻവറിനൊപ്പമാണ് നിൽക്കുന്നത്. ഇന്ന് അൻവറിൻ്റെതായി വന്ന പ്രതികരണം, അത് മലപ്പുറത്ത് ഒരു സ്ഥിരം കാഴ്ചയാണ് എന്ന അൻവറിൻ്റെ പരാതി, അത് എത്രത്തോളം താങ്കൾ ശരിവെക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അൻവർ ഈ വിവാദ കാലത്ത് ഉയർത്തിയ പ്രധാന വിഷയങ്ങളിൽ അതിന്റെ മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തി ആ വിഷയങ്ങൾക്കൊപ്പം അൻവറിനോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇടതുപക്ഷ അനുഭാവി എന്ന ഒരു ടാഗ് ലൈനിനോട് ഞാൻ യോജിക്കുന്നില്ല. പ്രശ്നാധിഷ്ഠിതമായി വിഷയങ്ങളെ സമീപിക്കുകയാണ് ഞാൻ പൊതുവെ ചെയ്യാറുള്ളത്. അത് ഇടതുപക്ഷമായാലും പിന്നെ വലതുപക്ഷമായാലും. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സർക്കാരിന്റെ ജന ഉപകാരപ്രദമായ നയനിലപാടുകളെയും പ്രത്യേകിച്ച് പിന്നെ പൗരത്വ വിഷയത്തിലും അതുപോലെ പ്രളയം, കോവിഡ് തുടങ്ങിയ വിഷയങ്ങളിലുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സോഷ്യൽ മീഡിയയിൽ പിന്തുണച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദ വിഷയങ്ങളിൽ ഈ സർക്കാരിനെയോ ഇടതുപക്ഷത്തെയോ പിന്തുണക്കാൻ സാധിക്കാത്ത വിധം അവർ അടിസ്ഥാന വർഗത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് പിറകോട്ട് പോയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. PV അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു വലിയ പ്രശ്നം സ്മൃതിക്കറിയാമായിരിക്കും. സ്മൃതി സോഷ്യൽ മീഡിയ ഒക്കെ നന്നായി വാച്ച് ചെയ്യുന്ന ആളാണ്. ഒറ്റ രാത്രി കൊണ്ട് PV അൻവറിന്റെ സിന്ദാബാദ് വിളിച്ചിരുന്ന, PV അൻവറിനെ അനുകൂലിച്ച് നടന്നിരുന്ന ആളുകളൊക്കെ PV അൻവറിനെ തെരുവിളിക്കുകയും അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് ഈ 48 മണിക്കൂറിനുള്ളിൽ മാറിക്കഴിഞ്ഞു എന്ന അത്ഭുതകരമായ ഒരു അവസ്ഥാവിശേഷമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്, അൻവർ ഉയർത്തിയ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കൂ. അൻവർ എന്ന വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കൂ എന്നുള്ളതാണ്. അൻവർ എന്ന വ്യക്തിയെ ഫോക്കസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, അദ്ദേഹത്തിന്റെ വർഗസമര പാരമ്പര്യം, അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുണ്ടാകുക. എന്നാൽ അൻവർ ഉയർത്തിയ കാതലായ വിഷയങ്ങളുണ്ട്, കേരള സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. ആ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് നിലപാട് സ്വീകരിക്കാൻ സാധിക്കുമെന്നതാണ് അവരോട് ചോദിക്കുന്ന ചോദ്യം. ഇപ്പൊ നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങളാണ് അൻവർ ഉയർത്തിയിട്ടുള്ളത്. ഇതിൽ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലോ CPM സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനത്തിലോ ആ വിഷയങ്ങളെ അഡ്രസ് ചെയ്യുവാൻ ശ്രമിച്ചേ കണ്ടിട്ടില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. എന്താണ് അൻവർ ഉയർത്തിയ കാതലായ പ്രശ്നം? അൻവർ ഉയർത്തിയ കാതലായ പ്രശ്നം ആഭ്യന്തര വകുപ്പിന്റെ സംഘീവൽക്കരണമാണ്. അതാണ് മെയിൻ ഫോക്കസ് ആയ വിഷയം. ആ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ഇടതുപക്ഷ നേതാക്കളോ ഈ ഭരണകൂടമോ നാളിതുവരെ ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇപ്പൊ RSS മേധാവികളുമായി ഈ ADGP, കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് എന്താണ് ബന്ധം? അവരുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണ്? ആ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ വിവരം ആ ദിവസം തന്നെ ഇന്റലിജൻസ് മുഖേന അറിഞ്ഞിരിക്കാനിടയുള്ള ആളാണ്, അറിഞ്ഞിട്ടുള്ള ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടോ, എന്തിനാണ് നിങ്ങൾ രഹസ്യമായി RSSന്റെ ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ചക്ക് പോയത്? ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം കേരള മുഖ്യമന്ത്രി കേരള പൊതുസമൂഹത്തോട് പറയേണ്ട സന്ദർഭം കഴിഞ്ഞിരിക്കുന്നു. അതിൽ വ്യക്തത വരുത്തേണ്ട ഒന്നാമത്തെ വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, രണ്ടാമത്തെ വ്യക്തി പാർട്ടി സെക്രട്ടറിയാണ്. ഒരക്ഷരം ഈ വിഷയത്തെക്കുറിച്ച് മിണ്ടാതെ അന്വേഷണത്തിൽ ഉത്തരവിട്ടു എന്ന ഒരൊറ്റ വാക്കിൽ കൈകാൻ സാധിക്കുന്നു കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ ധാർമ്മികതക്ക്? ഇല്ല. അത്തരമൊരു അന്വേഷണം ആരെ വെച്ചാണ് നടത്തുന്നത്? ഈ ADGPയെ കേരളത്തിന്റെ ക്രമസമാധാന പാലന ചുമതലയിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് സെല്യൂട്ട് അടിക്കുന്ന കീഴുദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ഈ അന്വേഷണം നടത്തുന്നത്. എന്തൊരു പ്രഹസനമാണിത്! ഇടതുപക്ഷത്തെ എക്കാലത്തും സപ്പോർട്ട് ചെയ്തു എന്ന് വെച്ച് ഇത്തരം ഒരു പ്രഹസനത്തെ സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് സാധിക്കുമോ? ഇല്ല. അദ്ദേഹത്തെ കാണുമ്പോൾ സെല്യൂട്ട് ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് അൻവർ തന്നെ പറഞ്ഞില്ലേ, ഹെഡ് മാസ്റ്റർക്കെതിരെ പരാതി ഉണ്ടായാൽ പ്യൂണിനെ വെച്ച് അന്വേഷിക്കുന്നത് പോലെയുള്ള ഒരു അന്വേഷണം. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ആരാണ് കാത്തിരിക്കുന്നത്? ആരും കാത്തിരിക്കുന്നില്ല. പൂർണ്ണ സത്യം വരട്ടെ എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ശ്രീ ബഷീർ വള്ളിക്കുന്ന്, പൂർണ്ണ സത്യം വരാൻ ഇനി കുറച്ചു ദിവസങ്ങളെ കാത്തിരിക്കേണ്ടു. ഈ അടുത്ത ആഴ്ചയോടുകൂടി 3-ാം തീയതിയോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന സൂചനയാണ്. ഓക്കെ, പൂർണ്ണ സത്യം വരട്ടെ, പൂർണ്ണ സത്യം വരുന്നത് വരെ കാത്തിരിക്കാം. പക്ഷേ ഈ അൻവറിനെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ച സ്ഥിതിവിശേഷത്തെ കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം. കേരള പൊതുസമൂഹത്തോട് പറയാനുള്ള ധാരാളം സന്ദർഭങ്ങൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടില്ലേ? മുഖ്യമന്ത്രി ഏതെല്ലാം വിഷയങ്ങളിൽ അപ്പോൾ പ്രതികരിക്കുന്നു?
മാധ്യമങ്ങളെ കാണുന്നു. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു അക്ഷരം അദ്ദേഹത്തിന് മിണ്ടാൻ സാധിക്കുന്നില്ല? പിന്നെ അൻവർ ഉയർത്തിയ പ്രശ്നം തൃശ്ശൂർ പൂരത്തിന്റെ വിഷയമാണ്. തൃശ്ശൂർ പൂരം കലക്കിയ ആ പ്രശ്നത്തിൽ നമ്മൾ എന്താ കണ്ടത്? ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യം മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ റിപ്പോർട്ട് കേരളക്കരയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ത് അന്വേഷണ റിപ്പോർട്ടാണ് നടത്തിയത്? PV അൻവർ പത്രസമ്മേളനം നടത്തി ആ അന്വേഷണം നടത്തിയതും ഈ ADGP ആണെന്ന് പറഞ്ഞപ്പോഴാണ് പൊതുസമൂഹം ഇത് പറയുന്നത്. ഏത് കുറ്റാരോപിതനായ ഒരു ADGP തന്നെ ഞാൻ കുറ്റക്കാരനല്ല, ഞാൻ പൂരം കലക്കിയതിൽ എനിക്ക് പങ്കില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു എന്ന്. എന്തൊക്കെ തമാശയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് CPIക്കും മനസ്സിലാക്കാനാകാത്ത കാര്യം. അത് അൻവർ പറയുമ്പോൾ അൻവർ പുറത്താകുന്നു എന്നുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.